ശ്രീ ശിവപ്രസാദ് സാർ, ഈ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി മാറ്റങ്ങൾ, അത് എനിക്ക് തോന്നുന്നത് വളരെ പണ്ട് തൊട്ടിങ്ങോട്ട് പല സാഹചര്യങ്ങളിൽ മാറ്റങ്ങളുണ്ടായി. പ്രാചീന കവിത്രയം, ആധുനിക കവിത്രയം, ഇങ്ങനെ നോവലുകളിലായിക്കോട്ടെ കവിതകളിലായിക്കോട്ടെ. പക്ഷേ 80കളിലൊക്കെ ശേഷം മലയാള സാഹിത്യത്തിൽ വന്ന മാറ്റങ്ങൾ, അതായത് അത് പലപ്പോഴും അതുവരെ വന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ രാമായണം വിൽക്കും, പക്ഷേ രാമായണത്തിനെതിരെയുള്ള അതിനൊപ്പം തന്നെ അതും ചെയ്യും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് സംഭവിച്ചിരുന്നു. അത് പലപ്പോഴും മാതൃഭൂമി ഉൾപ്പെടെയുള്ള ആനുകാലികങ്ങളെ അല്ലെങ്കിൽ ആഴ്ചപ്പതിപ്പുകളെയൊക്കെ ബാധിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു മാറ്റം എങ്ങനെയുണ്ടായി എന്നാണ് കരുതുന്നത്? ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മളിൽ ചിലർ കുറേ കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. വാസ്തവത്തിൽ 80കളല്ല 90കൾക്ക് ശേഷമാണ് ഇത്തരമൊരു ഷിഫ്റ്റ്, മാറ്റം ദൃശ്യമായിട്ടുള്ളത്. അതിന് പല കാരണങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പബ്ലിക് ഒപ്പീനിയനുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണിത്. നമ്മുടെ പൊതുബോധം, അതിൽ വന്നിട്ടുള്ള മാറ്റം, ആ മാറ്റത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് പലപ്പോഴും സാഹിത്യവും സാഹിത്യേതരമായിട്ടുള്ള കലകളുമൊക്കെ രംഗത്ത് വരുന്നത്. അപ്പോൾ 90കൾക്ക് ശേഷമുണ്ടായിട്ടുള്ള സാഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് നമ്മുടെ പൊതുബോധത്തെ കൃത്യമായിട്ടും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഈ പൊതുബോധം എന്ന് ചോദിച്ചാൽ, അത് കൃത്രിമമായി നിർമ്മിച്ച പൊതുബോധമാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. യഥാർത്ഥ പൊതുബോധമല്ല. അവിടെ നിർമ്മിച്ച പൊതുബോധം എന്ന് പറയുന്നത് അതുവരെയുണ്ടായിട്ടുള്ള സാഹിത്യ സമീപനങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. കുമാരനാശാൻ്റെ കാലഘട്ടത്തിൽ ഒരു പൊതുബോധം ഉണ്ടായിരുന്നു. ആശാന് ശേഷമുണ്ടായിട്ടുള്ള കാലഘട്ടത്തിലും പൊതുബോധം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പൊതുബോധമൊക്കെ തന്നെ സ്വാഭാവികമായിട്ടുണ്ടായതാണ്. ദുരവസ്ഥ എഴുതുമ്പോൾ ആശാൻ്റെ പൊതുബോധം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൻ്റെ പൊതുബോധത്തിൻ്റെ ഭാഗമായിരുന്നു. അത് പിന്നീട് ഏതാണ്ട് 90കൾ വരെ അങ്ങനെ വന്നു. പക്ഷെ അതിന് ശേഷമുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാർ കൃത്രിമമായിട്ടുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കി. അതിനു മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുരോഗമന കലാസംഘവും ഒക്കെ തന്നെ ഒരു പൊതുബോധം സൃഷ്ടിച്ചിരുന്നു. നമുക്കറിയാം, നവോത്ഥാന കാലത്തിന് ശേഷം ഇടതുപക്ഷം ശക്തിപ്പെടുകയും നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഒരു ദ്വന്ദ്വം രൂപപ്പെടുത്തുകയും ചെയ്തു. ആ ദ്വന്ദ്വം വളരെ പ്രസിദ്ധമാണ്, ഉള്ളവൻ ഇല്ലാത്തവൻ എന്നുള്ള ദ്വന്ദ്വം. ഈ ഒരു ബൈനറിയിൽ ഉള്ളവൻ എന്ന് പറയുന്നത് എല്ലാ തിന്മയുടെയും ഭാഗമാണ്, ഇല്ലാത്തവൻ എന്ന് പറയുന്നത് എല്ലാ നന്മയുടെയും ഭാഗമാണ്. ഈ ഒരു ബൈനറിയിലാണ് കുറേ കാലം നമ്മുടെ സാഹിത്യകൃതികളുടെ ഉള്ളടക്കം അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കത് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇത് പറയുമ്പോൾ. അതിനുശേഷം പിന്നീട് അല്പം കൂടി കഴിഞ്ഞപ്പോൾ ഇത് ക്ലാസിക്കൽ മാർക്സിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഭജനമായിരുന്നു. പിന്നീട് നവമാർക്സിയൻ കാലഘട്ടത്തിൽ ഈ ഒരു ബൈനറിയിലേക്ക് വീണ്ടും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഉദാഹരണമായിട്ട് ഇപ്പോൾ പുരുഷൻ സ്ത്രീ എന്നുള്ളൊരു ബൈനറി വന്നു. പുരുഷൻ എന്ന് പറയുന്നത് എല്ലാ തിന്മയുടെയും ഭാഗം, സ്ത്രീ എന്ന് പറയുന്നത് എല്ലാ നന്മയുടെയും ഭാഗം. പരിസ്ഥിതി വികസനം ഇങ്ങനെ വന്നു. പരിസ്ഥിതി എല്ലാ നന്മയുടെയും ഭാഗം, വികസനം എല്ലാ തിന്മയുടെയും ഭാഗം. പിന്നെ വന്നത് സവർണൻ അവർണൻ എന്നുള്ളൊരു ബൈനറി വന്നു. സവർണൻ എല്ലാ തിന്മയുടെയും ഭാഗം, അവർണൻ എല്ലാ നന്മയുടെയും ഭാഗം. ഇങ്ങനെയൊരു ബൈനറി കൃത്യമായിട്ടും ഇടതുപക്ഷം സൃഷ്ടിച്ച് മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സാഹിത്യകൃതികളുടെയൊക്കെ ഉള്ളടക്കം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കാൻ പറ്റും. പക്ഷേ 90കൾക്ക് ശേഷമുണ്ടായിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബൈനറിയിൽ ഇടതുപക്ഷത്തിന് കാര്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ പറ്റാത്ത വന്നു. ആ ഒരു സ്പേസിലേക്ക് കേരളത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു പുതിയ ദ്വന്ദ്വം മുന്നോട്ട് വെച്ചു. ആ ദ്വന്ദ്വം എന്ന് പറയുന്നത് ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന ദ്വന്ദ്വമാണ്. അത് ഉള്ളവൻ ഇല്ലാത്തവൻ എന്നുള്ള ദ്വന്ദ്വത്തിന് പകരമായിട്ട് അവിടെയും നന്മ തിന്മ എന്നുള്ള ദ്വന്ദ്വം അവിടെയുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഉള്ളവൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇല്ലാത്തവൻ്റെ ഓപ്പോസിറ്റാണ്, ഭൂരിപക്ഷം എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിൻ്റെ ഓപ്പോസിറ്റാണ് എന്നുള്ളൊരു ബൈനറി സൃഷ്ടിച്ചു. ഭൂരിപക്ഷം എല്ലാ തിന്മയുടെയും ഭാഗം,
ന്യൂനപക്ഷം എല്ലാ നന്മയുടെയും ഭാഗം. ഇങ്ങനെയൊരു ബൈനറി ബോധപൂർവം സൃഷ്ടിച്ചുകൊണ്ടാണ് മലയാളത്തിൽ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഒരു പൊതുബോധം സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് തീർച്ചയായിട്ടും മാധ്യമം എന്നുള്ള ആഴ്ചപ്പതിപ്പ്, ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായിട്ടുള്ള മാധ്യമ ആഴ്ചപ്പതിപ്പ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഈ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള നിലപാടെടുത്തു. കൃത്യമായിട്ടും അത് കമൽറാ സജീവ് എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ മാധ്യമത്തിൽ നിന്നും മാതൃഭൂമിയിലേക്ക് വന്നപ്പോൾ ഇതേ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് മാതൃഭൂമിയെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മാതൃഭൂമിയിലെ ഉള്ളടക്കം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഭൂരിപക്ഷം എന്ന് പറയുന്നത് തിന്മയുടെ ഭാഗമാണ്, ന്യൂനപക്ഷം നന്മയുടെ ഭാഗമാണ്. ഈ ഒരു ബൈനറിയിലാണ് മലയാള സാഹിത്യം കുറേ കാലമായിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ ഈ മാതൃഭൂമിയും മാധ്യമവും ഒക്കെ തന്നെ മലയാളിയുടെ പൊതുബോധത്തെ നിർണ്ണയിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള സാഹിത്യ മാസികകളായിരുന്നു. അതുകൊണ്ട് ആ രീതിയിൽ എഴുത്തുകാർ പാകപ്പെട്ടു തുടങ്ങി. ഇത് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യം, പല എഴുത്തുകാരും മാധ്യമ ആഴ്ചപ്പതിപ്പിൽ ലേഖനമോ കവിതയോ പ്രസിദ്ധീകരിക്കാൻ താല്പര്യം കാട്ടിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് കൂടുതൽ പ്രതിഫലം കൊടുക്കും എന്നുള്ളതായിരുന്നു. അതവർ പരസ്യമായിട്ട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ പണം കൊടുത്തും പദവി കൊടുത്തും അവാർഡുകൾ കൊടുത്തും ഒക്കെ തന്നെ ഈ എഴുത്തുകാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ഒക്കെ തന്നെ ഈ ഒരു ബൈനറിയിൽ എഴുതുവാൻ വേണ്ടിയിട്ട് അവർ പ്രേരിപ്പിച്ചു. അതിൽ നമ്മുടെ എഴുത്തുകാർ അകപ്പെട്ടുപോയി. അങ്ങനെ ഈ പറയുന്ന 10-30 വർഷമായിട്ട് ഈ ഒരു ബൈനറിയിലാണ് മലയാള സാഹിത്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ. അതെ.